തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന്റെ കോട്ടയായി പ്രഖ്യാപിച്ചിരുന്ന അല്ലെങ്കിൽ LDFന്റെ കോട്ടയായി നിലനിന്നിരുന്ന പല സ്ഥലങ്ങളും UDF തൂത്തുവാരി കൊണ്ടുവന്ന് നമ്മൾ കണ്ടിരുന്നു. അതിന് പിന്നാലെ നമ്മൾ ഒരുപാട് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ഓരോ സ്ഥലത്തെയും കുറിച്ച് അതിന് വിശകലനം ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി റാന്നിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ് വരുന്നത്. റാന്നിയിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ LDFന്റെ കോട്ടയായിരുന്നിടത്ത് നിന്നും വലിയ ഭൂരിപക്ഷത്തോടെ എനിക്ക് തോന്നുന്നു വോട്ട് ചെയ്തതിന്റെ 65% ഈ പറയുന്ന UDF കാൻഡിഡേറ്റിന് കിട്ടി ജയിച്ചു പോയിരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്തരത്തിലൊരു എന്താ പറയാ LDFനെ മാറ്റി UDF തരംഗം എന്ന് പറഞ്ഞുകൊണ്ട് LDFന്റെ കോട്ടകളെല്ലാം അടിച്ചെടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഒരുപക്ഷെ LDFന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെയുള്ള കാലുവാരൽ ഇതിനൊരു ഘടകമായി. നമ്മൾ ആ വോട്ട് നില പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ്. ഈ റാന്നി അങ്ങാടി ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് നടന്ന LDFന്റെ ഫലസൂചനകൾ കാണിക്കുന്നത് ഈ പ്രശാന്തി മോളിക്കലിന്, അതായത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് മൊത്തം ലഭിച്ചത് 9367 വോട്ടുകളാണ്. നോക്കൂ, ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് 6000 അല്ലെങ്കിൽ 4000 മുതൽ 6000 വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് എവിടെ നോക്കിയാലും. ഇപ്പോൾ കല്ലമ്പലം ഡിവിഷനിൽ നോക്കിയാൽ അവിടെ നബീൽ കല്ലമ്പലം ജയിച്ചത് ഏകദേശം 5000 വോട്ടിനാണ്. അതേപോലെ തലവൂരിൽ മീര ടീച്ചർ ജയിച്ചത്, അങ്ങനെ പല സ്ഥലങ്ങളിലും 6000 അടുപ്പിച്ച വോട്ടുകൾക്കാണ്. ഇതിപ്പോൾ LDF സ്ഥാനാർത്ഥികൾക്ക് കുത്തനെ വോട്ട് കുറയുന്ന, അതായത് പ്രശാന്തി മോളിക്ക് കുത്തനെ വോട്ട് ഇടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഇതെന്തുകൊണ്ടാണെന്ന് പരിശോധിക്കപ്പെടേണ്ടത്. ഇത് കൃത്യമായി LDF ക്യാമ്പുകൾ കാല് വാരിയത് കൊണ്ട് തന്നെയാണ് ഇവർ തോൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അല്ല, ഇപ്പോ ചേട്ടൻ പറഞ്ഞ പോലെയുള്ള കണക്കുകൾ പ്രകാരമാണെങ്കിൽ റാന്നിയിലാണെങ്കിൽ പോലും 7000-ഓളം വോട്ടുകൾ ഇനിയും LDF കാൻഡിഡേറ്റിന് കിട്ടേണ്ടതായി വന്നിരുന്നു അവരുടെ കണക്കുകൾ പ്രകാരം. പക്ഷേ ഒരു മാറ്റം വന്നു എന്നുള്ളതാണ് വലിയ സംശയം. അതായത് ഈ പ്രാവശ്യം അവിടെ LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 7000 വോട്ടുകളുടെ കുറവ് ഇത്തവണ അവിടെ സംഭവിച്ചു എന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. LDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ടുന്ന വോട്ടുകളുടെ ഒരു കണക്കാണ് പുറത്തു വരുന്നത്. അതായത് ഏകദേശം 16367 വോട്ടുകൾ ലഭിക്കേണ്ടത് നിന്ന് 7000 വോട്ടുകൾ കുറവ്. ആ വോട്ടുകൾ എങ്ങോട്ട് പോയി? ആ പാർട്ടി കേഡർ വോട്ടുകൾ അല്ലെങ്കിൽ പാർട്ടി വോട്ടുകൾ ഇതെല്ലാം തന്നെ വലതുപക്ഷത്തെ, അതായത് ആറോണിന് പോകുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അല്ല, ഇവിടെ NDAയുടെ വോട്ട് പരിശോധിച്ചാൽ 3000 വോട്ട് മാത്രമാണ് ഈ പറയുന്ന NDAയുടെ കാൻഡിഡേറ്റിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇപ്പോൾ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർണ്ണമായും വലത്തേക്ക് മാത്രം അടിയൊഴുക്ക് സംഭവിച്ചോ എന്നുള്ളത് വലിയൊരു സംശയമാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചെങ്കിൽ തന്നെയും എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു കാലുവാരൽ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന വിജയിച്ചു കയറി ആരോണെന്ന് പറഞ്ഞ ഒരു കാൻഡിഡേറ്റ് ആദ്യമായാണ് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ സജീവമായി എന്ന് പറയാൻ സാധിക്കാത്ത ഒരു പുതുമുഖമായി വരുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും വോട്ട് കിട്ടണമെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പരിശ്രമം എന്നതിനേക്കാൾ ഉപരി UDF ഈ പറയുന്ന LDFകാരും ഇത്തരത്തിലൊരു മാറ്റം ആഗ്രഹിച്ചിരുന്നു എന്നല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും. അതായത് LDFകാർ മൊത്തത്തിൽ വോട്ട് മറിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ 65%-ലധികം വോട്ടുകൾ നേടി വിജയിക്കുക എന്ന് പറയുന്നത് റാന്നിയെ പോലെ, രാജു അബ്രഹാമിന്റെ മണ്ഡലം പോലൊരു സ്ഥലം, പത്തനംതിട്ട പോലൊരു സ്ഥലം ഇത്തരത്തിൽ ജയിക്കുക എന്നുള്ളത് അത് അവിടുത്തെ LDFകാർ കൂടോടെ കാല് മാറിയതിൻ്റെയും അല്ലെങ്കിൽ വോട്ട് മറിച്ചതിൻ്റെയും, അല്ലെങ്കിൽ റാന്നി പോലൊരു സ്ഥലത്ത് അവിടെ എന്താണ് ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ചുകളും അടിസ്ഥാനത്തിൽ ഇത്രയോ പഞ്ചായത്തുകളുടെ കണക്ക് ഒരു 9000 വോട്ടുകളിലേക്ക് ചുരുങ്ങുന്ന സാഹചര്യത്തിലേക്ക് പോവുക. അവിടെ കൃത്യമായിട്ടുള്ള കാലുവാരൽ LDF തന്നെ അല്ലെങ്കിൽ CPM നടത്തിയിട്ടുണ്ട്. CPMന്റെ സ്വതന്ത്രരെ എല്ലാവരെയും തന്നെ തിരഞ്ഞു പിടിച്ച് തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. CPM സ്വതന്ത്രരാണ് അവിടെ മത്സരിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ LDFന്റെ സ്ഥാനാർത്ഥികളെ, ഇടതുപക്ഷത്തിന്റെ ബാനറിൽ നിന്ന് എല്ലാ സ്ഥാനാർത്ഥികളെയും തിരഞ്ഞു പിടിച്ച് തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. പക്ഷെ നേരത്തെ ഹർഷ സൂചിപ്പിച്ച പോലെ അവിടെ RSSന്റെ അല്ലെങ്കിൽ BJPയുടെ വോട്ടുകൾ പരിശോധിക്കുമ്പോൾ എത്രത്തോളമാണ് എന്നുള്ള വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. അതായത് രാഷ്ട്രീയ കേരളം ഏറെ ഞെട്ടലോടെ നോക്കിയ ഒരു വിജയമായിരുന്നു ഈ ആറോണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ എല്ലാവരും ഒരു 4000 മുതൽ 5000 മാർജിനിൽ ജയിക്കുമ്പോഴത്തേന് ഇത്രത്തോളം LDFന്റെ വോട്ടുകൾ കൂപ്പുകുത്തി താഴെ പോവുക എന്ന് പറയുന്നത് അവിടെ വളരെ രീതിയിൽ വോട്ടുകൾ ചോർന്നു. അവിടെ സംഘടനയുടെ CPMന്റെ അടിത്തറ അല്ലെങ്കിൽ CPMമായി ബന്ധപ്പെട്ടിരിക്കുന്ന നേതാക്കൾ ആറോഡിനെ ജയിപ്പിക്കാനായി ഒത്തുകളിച്ചു എന്ന വിമർശനങ്ങൾ സജീവമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു LDFും BJPക്ക് വോട്ട് മറിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അന്തർധാരയുണ്ടാകും, BJP കാൻഡിഡേറ്റ്സിനെ വിജയിപ്പിക്കും എന്നുള്ള വാർത്തകൾ സജീവമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ കേട്ടിരുന്നു. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഫലപ്രഖ്യാപന സമയത്ത് നമുക്ക് സംശയം തോന്നിയത്, അല്ലെങ്കിൽ പലരും ഞെട്ടലോടെ കണ്ടത് ഈ പറയുന്ന LDFന്റെ വോട്ടുകൾ പോലും BJPക്ക് പോകാതെ നേരെ ഇടതിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. ഞാൻ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിൻഡോ ജോൺ തുറവൂർ സ്ഥാനാർത്ഥിയായിരുന്നു, അല്ലെങ്കിൽ ചാനൽ ചർച്ചകൾ സജീവമായി ജിൻഡോ ജോണിനോടൊപ്പം
കുറച്ച് സമയം ചെലവഴിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രചാരണത്തോടൊപ്പം പോയപ്പോൾ അവിടെ നമുക്ക് കിട്ടിയ ഒരു നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പല CPM പ്രവർത്തകരും നമ്മളോട് നേരിട്ട് വന്ന് പറഞ്ഞു, ഞാനും എന്റെ കുടുംബം CPM അനുയായികളാണ്, അല്ലെങ്കിൽ CPM-നെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, പക്ഷേ ഇത്തവണ ഞങ്ങൾ ഈ പറഞ്ഞ UDF-നെയാണ് വോട്ട് ചെയ്യുകയുള്ളൂ എന്ന് അവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. പലരും പറയാൻ മടിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPM-നകത്ത് പോലും ഇത്തരത്തിലൊരു ഭരണം മാറി വരണം എന്നുള്ള ആഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതല്ലേ. അല്ല, മൊത്തത്തിൽ UDF-ന്റെ വോട്ട് ശതമാനം എടുത്തു നോക്കൂ. LDF-നെക്കാളും 5.36% വോട്ടുകൾ അധികം നേടാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. അത് വോട്ട് വിഹിതം, അതായത് നിയമസഭയിൽ ഇത് 45% വോട്ട് നേടുകയാണ് ലക്ഷ്യമെന്നൊക്കെ ഉള്ളത് VD സതീശൻ ഉൾപ്പെടെ ഉള്ളവർ പറയുന്ന സംഘടന. അതായത് മറ്റൊരു കാര്യം നോക്കൂ, കോർപ്പറേഷനുകളിൽ സംസ്ഥാനത്തെ മറ്റ് കോർപ്പറേഷനുകളിൽ NDA ഉണ്ടാക്കിയ മുന്നേറ്റം, ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമേ ലഭിച്ചിട്ടുള്ളതെങ്കിലും NDA ഉണ്ടാക്കിയ മുന്നേറ്റം കാണാതിരിക്കാൻ കഴിയില്ല. നിർണായക ശക്തിയായി നോക്കൂ. കണക്കുകൾ പരിശോധിക്കുമ്പോൾ LDF-ന് 33.45% വോട്ടുകളാണ് ലഭിച്ചത്. UDF-നാണെങ്കിൽ 38.81% ലഭിച്ചു. 5.36% വോട്ടുകൾ അധികമായി ലഭിച്ചു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ആകെ പോൾ ചെയ്ത വോട്ടുകൾ 2.12 കോടി വോട്ടിൽ 82.37 ലക്ഷം വോട്ട് UDF-നും 70.99 ലക്ഷം വോട്ട് LDF-നും ലഭിച്ചു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിലുള്ള ട്രെൻഡ്, അതായത് പിറ്റേ ദിവസത്തെ മനോരമയാണോ ഏതൊരു പത്രമാണെന്ന് അറിയില്ല, കേരളത്തിന്റെ മാപ്പ് ഇങ്ങനെ കൊടുത്തിട്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് ചുവന്ന കേരളം ഇങ്ങനെ വരുന്നത്, വോട്ട് കണക്കനുസരിച്ച് പിടിച്ച ജില്ലാ പഞ്ചായത്തുകളെല്ലാം വെച്ചുകൊണ്ട്. പക്ഷെ അത് മൊത്തം ഒരു നീലമയമാകുന്ന, അവിടെ ഇവിടെയും ഒക്കെ പൊട്ടുപോലെ ചുവപ്പ് മാത്രം കാണുന്നത്. അത് എന്താണ് ഈ കൃത്യമായ 5.27% വോട്ടുകളുടെ വർധന എന്ന് പറയുന്നത്? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം കോൺഗ്രസിന് 80 സീറ്റുകളോളം അടുപ്പിച്ച് കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ തൊട്ടു പിന്നിൽ തന്നെ ആരുണ്ട്? നമ്മുടെ LDF ഉണ്ട്. ഒരു 50 മുതൽ 67 സീറ്റ് വരെയൊക്കെ അവരുടെ പക്കലും ഉണ്ട് എന്നുള്ളത്. പക്ഷെ വോട്ട് ശതമാനത്തിൽ എപ്പോഴും മുൻപന്തിയിൽ കഴിഞ്ഞ കാലമെങ്ങും ഇല്ലാത്ത തരത്തിൽ UDF-ന് വലിയൊരു എഡ്ജ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലവും മുനിസിപ്പാലിറ്റി ഈ പറയുന്ന ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും UDF ഇപ്പോൾ നിൽക്കുന്ന നിലയിലേക്ക് എത്തണമെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ LDF-ന് ഓടിയേ തീരൂ എന്നുള്ള അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ ഇവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും ഈ തദ്ദേശത്തിലെ റിസൾട്ട് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് LDF-നകത്ത് നിന്നുകൊണ്ട് തന്നെ പലരും ഇത്തരത്തിൽ UDF-ന് വേണ്ടി പ്രവർത്തിക്കുന്നു. അല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റികളിൽ എക്കാലവും UDF-ന് എഡ്ജ് ഉണ്ടായിരുന്ന കാലമാണ്. ഇപ്പോൾ നോക്കൂ, എല്ലായിടത്തും വോട്ടിന്റെ അതിപ്രസരം ഉണ്ടാകുന്ന ഒരു ഘട്ടം. അതായത് ഇത് UDF-ന്റെ സംവിധാനം കൊണ്ട് മാത്രമല്ല, ഇടതുപക്ഷത്തു നിന്നും പല മേഖലകളിൽ നിന്നും കൂട്ടായിട്ട് വോട്ടുകൾ ചോരുന്നൊരു സാഹചര്യം എല്ലായിടത്തും ഉണ്ടായി. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിജയം ഉണ്ടാവില്ല. ഈ പത്തനംതിട്ടയിലെ നമ്മൾ പറഞ്ഞ പോലെ ആരോണിന്റെ സംഭവം അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പക്ഷെ അത് ഞെട്ടിച്ചിരിക്കുന്നത് നമ്മൾ എടുത്തു കാട്ടുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, പത്തനംതിട്ട റാന്നി എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുമ്പോൾ അവിടെ 65%-ലധികം വോട്ട് കോൺഗ്രസിന്. അവിടെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആരും പണിയെടുത്തില്ലേ? ആരും വോട്ട് ചെയ്യാൻ ഇറങ്ങിയില്ലേ? അല്ലെങ്കിൽ സംഘടനാ നേതാക്കൾ ആരും തന്നെ വോട്ടിനായി മറ്റുള്ള, അറിയാലോ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രധാന വോട്ട് സ്രോതസ്സുകളുമായി ചർച്ച ചെയ്തില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ അവശേഷിക്കുകയാണ്.